10 എക്സർസൈസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഫ്രോസൺ ഷോൾഡറിന്റെ ഒരു 4-5 ചെറിയ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സർസൈസ് ഞാൻ കാണിച്ചിരുന്നു. അതിന്റെ ബാക്കിയുടെ കാണിക്കും. ഇങ്ങനെ സ്വല്പം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പിടിക്കുക, സ്ക്വീസ് ചെയ്യുക. ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ മാക്സിമം വലിച്ച് ഇങ്ങനെ പറ്റുന്നത് പോലെ ഇങ്ങനെ നമ്മൾ സ്ക്വീസ് ചെയ്ത് വെക്കുന്നു. വെച്ചിട്ട് നമ്മളൊരു 30 സെക്കൻഡ് എണ്ണി 30 സെക്കൻഡ് നമ്മൾ ഇങ്ങനെ നിൽക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്നുള്ള ഇങ്ങനെ സ്ട്രെച്ചിങ്സ് നന്നായിട്ട് നമുക്ക് ആ പെയിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്കത് കൈ ഇങ്ങനെ ഇവിടെ അടുപ്പിച്ചിട്ട് വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പെയിൻ ഉള്ളവർക്ക്, ഫ്രോസൺ ഷോൾഡർ ഉള്ളവർക്ക് ശരിക്കും വേദന കാണും. എങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അതിന് സ്പീഡൊന്നും വേണ്ട. അല്ലാതെ നമുക്ക് ഇങ്ങനെ 10 ടൈം 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പൊ ചിലര് പറയും ഞങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡറില്ല, ഞങ്ങൾ ചെയ്യുന്നില്ലെന്ന്. ഫ്രോസൺ ഷോൾഡർ വന്നിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തലയുടെ ഇടത് ഭാഗം, ഈ ചെവിയുടെ മുകൾ ഭാഗത്തുണ്ട്. വലത്ത് കൈ കൊണ്ട് ഇടത്തെ ഭാഗത്തോട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കൈ വെറുതെ ലൂസായിട്ടേക്ക് ഈ നമ്മുടെ തല നമ്മൾ ചെറിയ തോതിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്ട്രെച്ചിങ്സ്, ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കയ്യിലോട്ട് നമുക്കത് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു 30 സെക്കൻഡ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരുപാട് വേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പോലെ. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം ഇടത്ത് കൈ കൊണ്ട് വലത്ത് ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ കൈ ഫ്രീ ആയിട്ട് ലൂസായിട്ട് താത്തില്ല. 30 സെക്കൻഡ് ഇങ്ങനെ. നമുക്ക് ഇവിടുന്ന് ഈ നെക്കിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഷോൾഡറിലേക്ക് ഒരു പെയിൻ നമുക്കുണ്ടാവും. ചെവി പിടിക്കണ്ട, ചെവിയുടെ മുകൾ ഭാഗത്തായിട്ട്. ഇടത് കൈക്കാണ് അതിഭയങ്കരമായ വേദന. എനിക്ക് ഈ കൈയാണ് ഉയർത്താൻ പറ്റാത്തതെങ്കിൽ ഈ വയ്യാത്ത കൈയെ നമ്മൾ ചെറിയ തോതിൽ നമ്മുടെ ഈ പറ്റുന്ന കൈ കൊണ്ട് സപ്പോർട്ടോടുകൂടി നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിർമ്മിച്ച് ഇത് മാക്സിമം ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പം ഇതിന് വേദന ഉള്ളതാണെങ്കിൽ കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണും. അതിനാണ് നമ്മൾ ഇതിന്റെ സപ്പോർട്ടോടുകൂടി ശരിക്കും ഇങ്ങനെ ചേർത്ത് എത്രയും പറ്റുന്നോ അത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. അപ്പൊ നമുക്ക് എവിടെ ഇതിന്റെ സ്ട്രെച്ചിങ്സ് ഫീൽ ചെയ്യുന്നതോ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഈ മസിലിനാണ് നമുക്ക് ആ സ്ട്രെച്ചിങ്സ് ഫീൽ ചെയ്യുന്നത്. അതുണ്ടാവണം. ഇങ്ങനെ എണ്ണി ഈ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പിടിക്കുന്നു. പതുക്കെ ഇങ്ങനെ എത്രയും മാക്സിമം കൊണ്ടുപോകാവോ അത്ര. നല്ല പെയിനാ, എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ളതല്ല, എന്നിട്ട് പോലും ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ല സ്ട്രെച്ചിങ്സ് ഫീൽ ചെയ്യും. നല്ല മസിൽസ് നന്നായിട്ട് വലിയുന്നത് അനുഭവപ്പെടണം. അങ്ങനെ 10 സെക്കൻഡ്. ഇതൊരു 5 പ്രാവശ്യം 2 കൈയും തിരിച്ചും ഇതും ചെയ്യാനായിട്ട് ശ്രമിക്കാം.